അയ്യോ, എന്തൊക്കെയാണ് ഈ ജീവിതത്തിൽ കാണരുത്. അപ്പോൾ ഇത് സങ്കൽപ്പിക്കൂ. ഞാൻ അയർലൻഡിലെ ഡ്രോഗഡയിലാണ്. അല്പം ഗൃഹാതുരത്വം തോന്നുന്നു. പിന്നെ എന്റെ മേൽക്കൂരയാണ് അതിനുള്ള സ്ഥലമെന്ന് ഒരു കടൽക്കാക്ക തീരുമാനിക്കുന്നു. ഈ സമയത്താണ് ഞാൻ എന്റെ ഭർത്താവ് പതിയെ പറയുന്നത് കേട്ടത്, ഇവനെ അങ്ങ് പിടിച്ച് കുരുമുളക് തേച്ച് ചട്ടിയിൽ വറുത്തെടുക്കണം. ഈ രംഗം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണോ? എന്റെ മനസ്സ് എന്റെ അമ്മച്ചിയുടെ അടുക്കളയിലേക്ക്. മീൻ ഫ്രൈയുടെ മണവും കറിവേപ്പിലയും. പക്ഷേ ഇത് അയർലൻഡായിരുന്നു. ഇതൊരു കടൽക്കാക്കയാണ്, ചിറകും തലച്ചോറുമുള്ള. ആ കടൽക്കാക്ക അവിടെ തന്നെ ഇരിക്കുകയാണ്. സംഭവിക്കാൻ പോകുന്നതെന്ന് അതിനറിയാമായിരുന്നതുപോലെ. അമ്മ പാചകം ചെയ്യുന്നത് കണ്ടിട്ടാകാം, ജോലി അറിഞ്ഞിട്ടാകാം, അല്ലെങ്കിൽ യൂറോപ്പിലെ ജീവിതം എന്നെ മാറ്റിമറിച്ചതാകാം. കടൽക്കാക്കയെ നോക്കി, അതിന്റെ സ്വാതന്ത്ര്യത്തിൽ എനിക്ക് വിചിത്രമായ ഒരു ബന്ധം തോന്നി. ഈ ജീവിതം ഒരു പക്ഷിക്ക് പോലും വിലപ്പെട്ടതാണ്, നിങ്ങൾക്കറിയാമോ? അങ്ങനെ പ്ലാൻ വിരിഞ്ഞു. പക്ഷിയെ കൊടുക്കുക, പക്ഷിയെ പാചകം ചെയ്യുക. തീർച്ചയായും കേരള സ്റ്റൈൽ. എന്നാൽ ഈ കടൽക്കാക്ക ഞങ്ങളെ എല്ലാവരേക്കാളും മിടുക്കനായിരുന്നു. അത് കെണി കണ്ടു. പിന്നെ കടൽക്കാക്ക വളരെ ഉയരത്തിൽ പറക്കുന്ന പക്ഷിയാകാൻ തീരുമാനിച്ചു, രക്ഷപ്പെടാൻ തീരുമാനിച്ചു. പിന്നെ കേരള ഭക്ഷണം. ശരി, അത് സംഭവിച്ചില്ല. അപ്പോൾ ഒരു കടൽക്കാക്ക, ഒരു കേരളീയ പാചക സ്വപ്നമുള്ള ഒരു ഭർത്താവ്. ഇതെന്റെ അയർലൻഡിലെ കഥയാണ്. ചിലപ്പോൾ ഒരു കടൽക്കാക്കയെ മറ്റൊരു ദിവസം ജീവിക്കാൻ അനുവദിക്കുന്നതുപോലെയുള്ള ചെറിയ കാര്യങ്ങളാണ് ജീവിതത്തെ മൂല്യവത്തായതാക്കിയത്, അല്ലേ?